ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 2 കൊരിന്ത്യർ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 31 വാക്യം. സഹസ്രാധിപന് വർത്തമാനം എത്തി. സുവിശേഷ യാത്രയിലെ പ്രതിസന്ധികളും അതിജീവന മാർഗങ്ങളും എപ്പോഴും ദൈവിക പദ്ധതിയുടെയും കരുതലിൻ്റെയും ഉത്തമ നിദർശനങ്ങളാണ്. സമർപ്പണങ്ങളെല്ലാം ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നതാകണം. ദൈവിക നിയോഗങ്ങളിലെ പ്രതിസന്ധികളെ കൃപയോടെ അതിജീവിക്കുമ്പോഴാണ് ദൈവിക കരുതലും നടത്തിപ്പും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ ദൈവകൃപയും കരുതലുമില്ലാതെ ഒരു ശുശ്രൂഷയും ഫലകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഇത്തരത്തിൽ പൗലോസിന് ദൈവകൃപ അനുഭവിക്കുവാൻ കാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു സഹസ്രാധിപൻ. ഇദ്ദേഹം റോമൻ സൈന്യത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. സഹസ്രാധിപനെ കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, നിയമക്രമം പാലിക്കുന്നവനായിരുന്നു സഹസ്രാധിപൻ. 1000 സൈനികരുടെ കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം. അപ്പോസ്തല പ്രവൃത്തികൾ 22 അധ്യായം 28 വാക്യത്തിൽ കാണുന്നതനുസരിച്ച് ഏറിയ മുതൽ കൊടുത്ത് റോമ പൗരത്വം സമ്പാദിച്ച വ്യക്തിയുമായിരുന്നു സഹസ്രാധിപൻ. പൗലോസ് യെരുശലേമിലെ ദേവാലയത്തിൽ പ്രവേശിച്ചതിനാൽ ഇവിടെ ചില യഹൂദന്മാർ അതിനെതിരായി കലഹം ഉണ്ടാക്കുന്നു. തുടർന്ന് പൗലോസിനെ പിടിച്ച് കൊന്നുകളയുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേമൊക്കെയും കലഹത്തിലായി എന്ന് പട്ടാളത്തിൻ്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി എന്ന് കാണുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സഹസ്രാധിപൻ അദ്ദേഹത്തിൻ്റെ സൈനികരുമായി ഇടപെടുന്നത്. ഇവിടെ പൗലോസിനെ ജനക്കൂട്ടത്തിൽ നിന്നും അദ്ദേഹം വിടുവിക്കുന്നു. മാത്രമല്ല, അവിടുത്തെ സ്ഥിതിഗതികൾ അഥവാ സംഘർഷ അവസ്ഥ അദ്ദേഹം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവിടുത്തെ നിയമക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പൗലോസിനെ ഒരു കോട്ടയിലേക്ക് മാറ്റുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടമകളും അധികാരങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ ഉദ്യോഗസ്ഥനായിട്ട് നമുക്ക് ഈ സഹസ്രാധിപനെ കാണാവുന്നതാണ്. രണ്ടാമതായിട്ട്, നീതിബോധം ഉള്ളവനായിരുന്നു സഹസ്രാധിപൻ. പൗലോസ് കിലിക്കിയയിലെ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ റോമ പൗരൻ എന്നറിഞ്ഞിട്ട് ജനങ്ങളോട് പ്രസംഗിക്കുവാനായിട്ട് പൗലോസിന് അവസരം നൽകുന്നു. മാത്രമല്ല, പൗലോസ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു. കുറ്റക്കാരനല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേശാധിപതിയായ ഫേലിക്സിൻ്റെ അരികിലേക്ക് പൗലോസിനെ ക്ഷേമത്തോടെ എത്തിക്കുവാനായിട്ട് സഹസ്രാധിപൻ ശ്രമിക്കുന്നു. മാത്രമല്ല, അന്നത്തെ ദേശാധിപതിയായിരുന്ന ക്ലൗദ്യോസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സിന് ഒരു കത്തും ഈ സഹസ്രാധിപൻ തയ്യാറാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ കത്തിൻ്റെ ഉള്ളടക്കം അപ്പോസ്തല പ്രവൃത്തികൾ 22 അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലെ നീതിബോധത്തോടെയുള്ള സഹസ്രാധിപന്റെ ഇടപെടലാണ് പൗലോസിനെ ജീവരക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നത്. അല്ലെങ്കിൽ ജനക്കൂട്ടത്താൽ പൗലോസ് കൊല്ലപ്പെട്ടേനെ. സഹസ്രാധിപന്റെ ശരിയായ ഇടപെടൽ പൗലോസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. അങ്ങനെ പൗലോസിന് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുവാനും പിന്നീടും ഈ റോമിൽ സുവിശേഷം പങ്കിടുവാനും മുഖാന്തരമായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതവും പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. ഉത്തമ അധികാരി എന്ന നിലയിൽ സഹസ്രാധിപൻ നിയമങ്ങൾ പാലിക്കുകയും നീതിബോധത്തോടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീതിബോധത്തോടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.